നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാന്നി മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞതിന്റെ കാരണങ്ങൾ പങ്കുവച്ച് CPM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ PSC അംഗം കൂടിയായ റോഷൻ റോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുന്നു. 30 വർഷമായി ഇടതുപക്ഷം വിജയിക്കുന്ന മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗ് കുറഞ്ഞതിന് നിരവധി ചോദ്യങ്ങളുമായാണ് റോഷൻ രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥി നിർണയവും LDFന് തിരിച്ചടിയാകുന്ന വിഷയങ്ങളും പരോക്ഷമായി പരാമർശിക്കുന്നതാണ് കുറിപ്പ്. LDFനായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് റാന്നിയിൽ മത്സരിച്ചത്. സംസ്ഥാനത്ത് പോളിംഗ് ഏറ്റവും കുറഞ്ഞ മണ്ഡലം റാന്നിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റോഷൻ 7 ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ശക്തമായ രാഷ്ട്രീയ മത്സരത്തിന്റെ അഭാവം, പോളിംഗ് സ്റ്റേഷനിൽ എത്താനുള്ള പ്രയാസം, ഗതാഗത അസൗകര്യം, ആരോഗ്യ പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥികളോടുള്ള താല്പര്യക്കുറവ്, റാന്നിക്കാരല്ലാത്ത സ്ഥാനാർത്ഥികൾ തുടങ്ങിയ കാരണങ്ങളാണ് റോഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടെടുപ്പ് സംബന്ധിച്ച് ബോധവൽക്കരണത്തിന്റെ കുറവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. റാന്നിയിലെ LDF സ്ഥാനാർത്ഥി പ്രമോദ് നാരായൺ ആലപ്പുഴ സ്വദേശിയും UDF സ്ഥാനാർത്ഥി പഴകുളം മധു അടൂർ സ്വദേശിയുമാണ്. ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA പ്രമോദ് നാരായൺ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അഭിപ്രായം ഒന്നും തന്നെ പറയുന്നില്ല. CPM വിജയിച്ച സീറ്റ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന് നൽകേണ്ടി വന്നിരുന്നു. CPMൽ നിന്ന് പലപ്പോഴും റാന്നിയിൽ റോഷനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ സീറ്റ് കേരള കോൺഗ്രസിന് കൈമാറിയതിൽ CPMൽ തന്നെ വലിയൊരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. NDA സ്ഥാനാർത്ഥി തോമസ് K സാമുവൽ താൻ റാന്നിക്കാരനാണെന്ന് പറഞ്ഞാണ് മണ്ഡലത്തിലുടനീളം വോട്ട് ചോദിച്ചത്. ഏതായാലും LDFലെ ചേരിപ്പോര് ഇലക്ഷൻ നടത്തിയതിന് ശേഷവും തുടരുകയാണ്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഈ വേനലവധിക്കാലം ആഘോഷിക്കൂ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിനൊപ്പം. റൈഡുകളിലൂടെ പ്രായഭേദമന്യേ ആർത്തുല്ലസിക്കാം. വരൂ, ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം. ഹാപ്പി ലാൻഡ്, വെമ്പായം, തിരുവനന്തപുരം.